ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. പിന്നെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പെപ്പർ ക്രാബ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ക്രാബ് എങ്ങനെ ക്ലീൻ ചെയ്യാം. സാധാരണ ഫിഷെല്ലാം ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല ക്രാബ് ക്ലീൻ ചെയ്യുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനത് വീഡിയോ കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്രാബാണ് ഫ്ലവർ ക്രാബ്. ഇതാണ് നമുക്ക് മാർക്കറ്റിലെല്ലാം കിട്ടുന്നത്. ഈ ക്രാബിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലൊരു തോട് കാണാം, പൊളിക്കുന്ന രീതിയിൽ. അത് നമ്മളത് പൊളിച്ചെടുക്കണത്. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ ഡേർട്സൊക്കെ വെളിയിൽ കാണാൻ പറ്റും. അതെല്ലാം വൃത്തിയായിട്ട് എടുത്ത് കളയണത്. പിന്നെ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാനോ അതുപോലെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് ഈസിയാണ്. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വൃത്തികേടുകളൊക്കെ നമുക്കത് എടുത്ത് കളയാനും ഈസിയാണ് ഇങ്ങനെ കട്ട് ചെയ്താൽ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യണവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ എഡ്ജിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂർപ്പായിട്ടുള്ള മുള്ളുകൾ കാണാൻ പറ്റും. അത് കയ്യിൽ തറയ്ക്കാണ്ട് നോക്കണം. പിന്നെ കഴുകി ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ മീനിനേക്കാൾ ഈസിയാണ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അത് സൂക്ഷിച്ച് ക്ലീൻ ചെയ്യണം. ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നവർ നല്ലതുപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാണ്ട് ഇടാം. അതല്ല ഇനിയും കട്ട് ചെയ്യണം 4 പീസാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ 4 പീസാക്കിയിട്ടും അത് കുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ് കട്ട് ചെയ്യണതൊക്കെ. പിന്നെ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഉള്ളിലത്തെ ഡേർട്സുകളൊക്കെ കഴുകി വൃത്തിയാക്കുക. ആദ്യമൊന്നും ഞാൻ ക്രാബ് കഴിച്ചിരുന്നില്ല. പിന്നെ മോനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാങ്ങി തുടങ്ങിയത്. പിന്നെയാണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ക്രാബ് ഉണ്ടാക്കുന്നവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ആൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ക്ലീൻ ചെയ്യൽ കഴിയാറായി. കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്, സാധാരണ നോൺ വെജൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനും വേണ്ടിയത്. ഇത്തിരി പെപ്പർ കൂടുതൽ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ദേ നോക്കിയേ. സാധാരണ നമ്മൾ നോൺ വെജിലേക്ക് എടുക്കാറില്ല തക്കാളി, ഉള്ളി, കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, പെപ്പർ ഞാൻ ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി, പിന്നെ 4-5 ചുള വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അളവ് ഞാൻ പിന്നെ പറയാം, ഇടുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കാം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എരിവ് കുഴപ്പമില്ല. എരിവ് സ്പൈസി ഇഷ്ടമായവർക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് കൊടുക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓപ്ഷണൽ. ഇനി നമുക്ക് പാൻ ചൂടായി എണ്ണയും ചൂടായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് കിട്ടുന്ന വരയ്ക്ക് വെയിറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയുടെ കൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ല വെച്ചിട്ട് അത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വഴന്നതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അത് പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് കുറച്ച് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുകയെന്ന്. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ സാധാരണ ചെയ്യാറ് ഉള്ളിയും തക്കാളി ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അടച്ച് വേവിക്കും. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഇതായ ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണയൊക്കെ ഇതായ ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഒരു 5 മിനിറ്റ് അതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ
ടേസ്റ്റൊക്കെ നല്ലതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തക്കാളിയൊക്കെ വേവണം. അപ്പോൾ അത് നോക്കി തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മസാല നല്ല ബാധിക്കാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ക്രാബ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്രാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രാബ് ഇട്ട ശേഷം എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇതിലെ വെള്ളം കുറച്ച് വരുന്നതാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വേവിക്കുക. വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരു ഓറഞ്ച് കളറായിട്ട് മാറും അതിൻ്റെ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല ഞാനിതിൽ. കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. പിന്നെ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ 1.5 സ്പൂണ് പെപ്പറും 1.5 സ്പൂണ് പിന്നെ പെരുംജീരകവും വറ്റൽമുളക് 3 എടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്ത ശേഷം, നല്ലതുപോലെ പൊടിക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്ത ശേഷം ഇതുപോലെ മേലാകെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. വളരെ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. കമ്മിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ അളവ് കമ്മിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിക്കുക. ഒന്ന് മസാലയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചെക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു മല്ലിയില ഇരിക്കേണ്ടത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നോക്കി ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.